നമസ്തേ. വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 3 ആറ്റുകാലമ്മയുടെ വിശേഷപ്പെട്ട ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് അറിയാം. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ കൊടുങ്ങല്ലൂരമ്മയെ തോറ്റംപാട്ടിലൂടെ കാപ്പുകെട്ടി കുടിയിരുത്തി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആഘോഷിക്കുന്ന അനന്തപുരിയിലെ മികച്ച ആരാധന കേന്ദ്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. 9-ാം നാളാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. 10-ാം നാളിലെ ഗുരുതി തർപ്പണത്തോടെയാണ് ഉത്സവം സമാപിക്കുക. ഉത്സവ നാളുകളിൽ ശ്രീഭദ്രകാളിയുടെ സാന്നിധ്യവും മറ്റു ദിവസങ്ങളിൽ ത്രയംബകയുടെ ചൈതന്യവും പ്രത്യക്ഷമായി ജാതിമത ഭേദമില്ലാതെ സകല ഭക്തരെയും അനുഗ്രഹിക്കുന്ന വരദായിനിയാണ് ആറ്റുകാൽ അമ്മ. ശബരിമല പോലെ ഭക്തരുടെ ശരണം വിളികൾ മുഖരിതമാകുന്ന ഈ ക്ഷേത്രം പൊങ്കാല നാളിൽ ലോകത്തെവിടെയുമുള്ള സ്ത്രീജനങ്ങൾ തിരുനടയിലെത്തി അമ്മേ എന്ന് ശരണം വിളിക്കുന്നതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു. എല്ലാവർക്കും അമ്മയായ ആറ്റുകാൽ ദേവിയുടെ ഭക്തി നിറഞ്ഞ അന്തരീക്ഷവും മാഹാത്മ്യവും വർണ്ണനകൾക്കും വാക്കുകൾക്ക് അതീതമാണ്. ആദിപരാശക്തിയായ ജഗദംബിക എല്ലാ ജീവജാലങ്ങളുടെയും മാതാവാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും ആശ്രയമാകുന്ന ദേവി ഭഗവാൻ നാരായണൻ ആലിലയിൽ ശയിക്കുന്ന സമയത്തും ദർശനം നൽകുന്നു. മാതൃഭാവത്തിൻ്റെ ഉറവിടമായ ദേവിയെ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെ എല്ലായിടത്തും ആരാധിച്ച് പൂജ നടത്തുന്നു. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഭദ്രകാളി സംഹാരത്തിൻ്റെ ദേവതയായും രണദേവതയായും കണക്കാക്കപ്പെടുന്നു. കളരികളിലും കാവുകളിലും പ്രധാന ആരാധന മൂർത്തിയാണ് ദേവി. ആദിപരാശക്തിയുടെ പ്രധാന 3 ഭാവങ്ങളിൽ ഒന്നാണ് മഹാകാളി. ശിവപുത്രി ഭദ്രകാളി, അർദ്ധവാണ ഭദ്രകാളി എന്നിവയാണ് മറ്റു 2 ഭാവങ്ങൾ. വേദങ്ങളിൽ പഞ്ചഭൂതങ്ങളിലെ അഗ്നിയോടാണ് ദേവിയെ ഉപമിച്ചിട്ടുള്ളത്. ശിവന്റെ തൃക്കണ്ണിൽ ജന്മമെടുത്തവൾ. ദശമഹാവിദ്യകൾ, സപ്തമാതാക്കൾ എന്നിവരിലും പ്രാധാനിയാണ് കാളീദേവി. കാളി എന്നാൽ കാളുന്നവൾ, കറുത്തവൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അന്ധകാരമായ അജ്ഞാനത്തെ നശിപ്പിച്ച് ഭദ്രമായ കാലം നൽകുന്നവൾ എന്ന അർത്ഥത്തിലും ഭദ്രകാളി അറിയപ്പെടുന്നു. കാളിഘട്ട്, ഉജ്ജയിനി എന്നിവിടങ്ങളിലെ ഭദ്രകാളി ക്ഷേത്രം പ്രസിദ്ധമാണ്. കാളിദാസനും ശ്രീരാമകൃഷ്ണ പരമഹംസരും വാഗ്ഭടനും കാളീഭക്തരായിരുന്നു. സകല ജീവജാലങ്ങൾക്കും അഭയവും ആശ്രയവും നൽകുന്നതിനാൽ സനാതനിയായും സർവേശ്വരിയായും അമ്മ അറിയപ്പെടുന്നു. ദേവി പുരാണത്തിൽ രക്തബീജനെ വധിക്കാൻ പാർവതീദേവി തമോഗുണത്തിൽ ജനിച്ചതാണ് മഹാകാളി. ശിവപാർവതി പുത്രിയായും പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ദാരികവധത്തിനായി ജനിച്ചവളെന്നും പറയുന്നുണ്ട്. മധുകൈടവനെയും ചണ്ഡമുണ്ടന്മാരെയും ദേവി വധിക്കുന്നു. ചാമുണ്ഡ, കാളരാത്രി, മാരിയമ്മൻ, ശ്രീകുറുമ്പ, ഭൈരവി, പരാശക്തി, ബാലഭദ്ര, പ്രകൃതി, ചണ്ഡിക, കൊറ്റവെ തുടങ്ങിയ വിവിധ ഭാവങ്ങളിലും ദേവിയെ ആരാധിക്കുന്നു. ദുർഗയുടെ കറുത്ത ഭാവമാണ് കാളി. അഗ്നിക്ക് 7 നാവുകൾ ഉള്ളതിൽ കറുത്ത നാവായി കാളിയെ കാണുന്നു. കാളിയുടെ നാവ് സംസാരശേഷിയുടെ പ്രതീകമാണ്. കാളിദാസനെയും വാഗ്ഭടനെയും പണ്ഡിതരാക്കിയത് ദേവി കാളിയാണ്. ഒരു കൈയിൽ അഭയമുദ്രയും മറുകൈയിൽ വരമുദ്രയുമാണ്. നാവ് സംസാരശേഷിയും തലയോട് ബുദ്ധിശക്തിയും അരയിൽ അണിയുന്ന വിരലുകൾ എഴുതാനുള്ള കഴിവിനെയുമാണ് കാണിക്കുന്നത്. നമ്മുടെ ആവശ്യമായ എല്ലാ ആഗ്രഹങ്ങളും
നൽകുന്ന വരദായിനിയാണ് അമ്മ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളും ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം എന്നീ ശാസ്ത്രങ്ങൾക്കും ഛന്ദസ്സ്, മീമാംസ, ന്യായവിസ്താരം, ധർമ്മശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ആയുർവേദം, ധനുർവേദം, അർത്ഥശാസ്ത്രം തുടങ്ങിയവയ്ക്കും അധിപയാണ്. ശുദ്ധജ്ഞാനസ്വരൂപിണിയാണ് അമ്മ. എല്ലാ വിദ്യകളും അമ്മയുടെ വിഭൂതികളുടെ അംശങ്ങളാണ്. സകല സമസ്ത വിദ്യ 64 കലകളോട് ചേർന്ന എല്ലാ വിദ്യകളുടെയും നാഥയാണ്. എല്ലാ സ്ത്രീകളും ദേവിയുടെ രൂപഭേദങ്ങൾ മാത്രമാണ്. കലാവതികളായ എല്ലാ സ്ത്രീകളും ദേവി തന്നെ. സകലരുടെയും ഹൃദയത്തിൽ ബുദ്ധിരൂപേണ സ്ഥിതി ചെയ്യുന്നവളും സ്വർഗമോക്ഷങ്ങൾ നൽകുന്നതും സകല ചരാചരങ്ങൾക്കും ഉൽപ്പത്തി, വളർച്ച, നാശം എന്നിവ പ്രദാനം ചെയ്യുന്നവളും അമ്മ തന്നെ. അഗ്നിപ്രഭയും സൂര്യപ്രഭയും ചന്ദ്രപ്രഭയും ഉള്ള അമ്മ ഗൗരവർണയായ നാരായണിയാണ്. കാളിയായ ദേവി തന്നെയാണ് ഗൗരിയായും മാറുന്നത്. ബ്രഹ്മശക്തിയായി പ്രപഞ്ച സൃഷ്ടി നടത്തി രക്ഷയുടെ ചുമതലയേൽക്കുന്നതും സംഹാരം നടത്തുന്നതും ഗുണമയിയായ അമ്മ തന്നെ. ചേരന്മാരുടെ ഭരണകാലത്തും ദേവീക്ഷേത്രത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ചിലപ്പതികാരത്തിലും പതിവ്രത കണ്ണകിയാണ്. മധുരാപുരി അഗ്നിക്കിരയാക്കിയ കണ്ണകി കേരളത്തിലെ അമ്മദൈവ പുരാവൃത്തങ്ങളിൽ ഒരു ദേവതയാണ്. കണ്ണകിയെ തെക്കൻ ഭാരത സംസ്കാരത്തിൽ മുഖ്യദേവതയായി കാണുന്നു. കൊടുങ്ങല്ലൂർ കാളിക്ഷേത്രം ചേരൻ ചെങ്കടുവൻ നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. ആറ്റുകാലമ്മയും ചെട്ടിക്കുളങ്ങര മാദേവി അമ്മയും മാടായി കാവിലമ്മയും തെരുമാംസന്താം കുന്നിലമ്മയും കാളിയുടെ അംശ അവതാരങ്ങളെന്നാണ് കരുതുന്നത്. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ പച്ചപ്പന്തലിൽ തോറ്റംപാടി കുടിയിരുത്തി ഉത്സവത്തിന് തുടക്കമിടുന്നു. പാണ്ഡ്യരാജാവിൻ്റെ വധം കഴിയുമ്പോഴാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ചെണ്ടമേളം, വായ്ക്കുരവ, കതിനവെടി എന്നിവയുടെ ശബ്ദതരംഗം പൊങ്കാലക്കാരുടെ ഹൃദയങ്ങളിൽ ഭക്തിയുടെ അലകൾ സൃഷ്ടിക്കും. നാഗപ്പാന എന്നറിയപ്പെടുന്ന മൺകലം മേൽശാന്തി പണ്ടാരയടുപ്പിൽ വെച്ച് തീ പകരുമ്പോൾ നഗരം തന്നെ യാഗശാലയായി മാറുന്ന നിമിഷമാണ്. അമ്മേ നാരായണ തുടങ്ങിയ ശരണമന്ത്രങ്ങളാൽ അന്തരീക്ഷം മുഖരിതമാകും. പൊങ്കാലയടുപ്പുകൾ ഹോമകുണ്ഡങ്ങളാകും. മേൽശാന്തി ക്ഷേത്രത്തിനകത്ത് നിവേദ്യം തയ്യാറാക്കുന്ന കൊച്ചു തിടപ്പള്ളിയിലേക്കും പിന്നീട് വലിയ തിടപ്പള്ളിയിലേക്കും അടുപ്പുകളിൽ ദീപം പകരുന്നു. അതിനുശേഷം ക്ഷേത്രത്തിനകത്തു വന്ന് ദീപം സഹശാന്തിക്ക് കൈമാറുന്നു. സഹമേൽശാന്തി പാട്ടുപുരയുടെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പണ്ടാരയടുപ്പിൽ ദീപം പകരുന്നു. അപ്പോഴാണ് ചെണ്ടമേള ശബ്ദം പുറപ്പെടുന്നത്. ക്ഷേത്ര പരിസരവും പൊങ്കാലയടുപ്പുകളും തീ പകരുകയും പണ്ടാരയടുപ്പിൽ പൊങ്കാല പൊങ്ങുകയും ചെയ്യുന്നു. പിന്നീട് നിശ്ചിത സമയത്ത് കൊച്ചു തിടപ്പള്ളിയിലെയും വലിയ തിടപ്പള്ളിയിലെയും വഴിപാടുകൾ നിവേദിച്ച ശേഷം പാട്ടുപുരയ്ക്ക് മുൻപിലുള്ള പണ്ടാരക്കലത്തിലെ പൊങ്കാല നിവേദിക്കും. പിന്നീടാണ് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പോലീസ് വാഹനങ്ങളുടെ സഹായത്തോടെ പോറ്റിമാരെ എത്തിച്ച് പൊങ്കാല നിവേദിക്കുന്നു. പൊങ്കാലയിൽ പഞ്ചഭൂത സങ്കല്പമാണുള്ളത്. പൊങ്കാല ഇടാനുള്ള മൺകലം പൃഥ്വിഭൂതത്തെയും അരി, ശർക്കര, നാളികേരം, ജലം എന്നിവ ജലഭൂതത്തെയും തീ അഗ്നിഭൂതത്തെയും പൊങ്കാലയടുപ്പിൽ നിന്നുയരുന്ന പുക വായുഭൂതത്തെയും നിവേദിക്കുന്ന പുഷ്പം
ആകാശഭൂതത്തെയും പ്രതിനിധീകരിക്കുന്നു. കലം പ്രപഞ്ചത്തിൻ്റെയും അരി അഹം ബോധത്തിൻ്റെയും ശർക്കര ആനന്ദത്തിൻ്റെയും നാളികേരം പഞ്ചകോശ നിർമ്മിതമായ ശരീരത്തിൻ്റെയും പ്രതീകമാണ്. പൊങ്കാല തിളയ്ക്കുമ്പോൾ പഞ്ചകോശ നിർമ്മിതമായ ശരീരത്തിലെ മനസ്സ് അഥവാ അഹം ബോധം അഖണ്ഡമായ ആനന്ദമായി പരിണമിക്കുന്നു. ദേവീധ്യാനരീതി ദേവീപുരാണം പറയുന്നുണ്ട്. സ്വർണത്താമരപ്പൂവിൻ്റെ മധ്യത്തിലിരിക്കുന്ന ദേവിക്ക് 3 നയനങ്ങളുണ്ട്. മിന്നൽക്കൊടിയുടെ പ്രകാശവുമുണ്ട്. ശംഖുചക്രങ്ങളെയും അഭയമുദ്രകളെയും കയ്യിൽ ധരിച്ചിരിക്കുന്നു. ചന്ദ്രകല, കണ്ഠാഭരണം, തോൾവള, ഹാരം, കുണ്ഡലം എന്നിവയെല്ലാം അണിഞ്ഞിരിക്കുന്നു. ദേവേന്ദ്രൻ തുടങ്ങിയ ദേവതകളാൽ സിംഹാസനരൂഢയായ ദേവിയെ ദേവതകൾ നിത്യം പ്രാർത്ഥിക്കുന്നു. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഘണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാതാവ്, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദ, സിദ്ധികൾ നൽകുന്നവൾ എന്നിവരാണ് നവദുർഗകൾ. ദുർഗമൻ എന്ന അസുരനെ കൊന്നതിനാൽ ദുർഗയായി. ബുദ്ധി, നിദ്ര, തദ്രി, ആലസ്യം, ദയ, ഓർമ്മ, ഉത്ഭവം, ക്ഷമ, ഭ്രമം, ശാന്തി, ചേതന, സന്തുഷ്ടി, വൃദ്ധി, ധൈര്യം എന്നിവയുള്ളവളാണ് ദുർഗ. ഭഗ ശബ്ദത്തിന് ഈശ്വരീയ ഭാവം എന്നും അർത്ഥമുണ്ട്. ഐശ്വര്യം, ധർമ്മം, കീർത്തി, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം എന്നീ ഷഡ്ഗുണങ്ങൾ ഭഗശബ്ദത്തിനുണ്ട്. ഭഗത്തോടു കൂടിയവൾ ഭഗവതി. മഹാചതു ഷഷ്ടികോടി യോഗിനി ഗണസേവിതേ. ശ്രീ പ്രപഞ്ചമാതാവേ, സാഷ്ടാംഗ വന്ദനം. പൊങ്കാലയെ നിസ്സാരമായി കാണരുത്. ദേവീശരണം എന്ന് മനസ്സിലുറപ്പിച്ച് ഭജിച്ചു ജീവിക്കുന്ന ഏതൊരു ഭക്തനും താപത്രയം ബാധിക്കുകയേയില്ല. സ്ത്രീ ദേവത എന്നു പരിഹസിക്കുന്നവർക്ക് കുടുംബം തന്നെ ഇല്ലാതാക്കി കളയുവാൻ ശ്രീ പരമേശ്വരൻ ദേവിയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കുടുംബവും സന്തതികളും ഐശ്വര്യത്തോടെ ദീർഘായുസ്സുമായി കഴിയുവാൻ പൊങ്കാല ദിവസം ദേവിയെ ഭജിച്ചാൽ മതിയാകും. അതിൻ്റെ തെളിവാണ് പൊങ്കാല മഹത്വം പ്രസിദ്ധിയാർജിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്ദിച്ചാൽ സർവനാശവും, ഭജിച്ചാൽ സർവ ഐശ്വര്യവും തരും. ആറ്റുകാൽ അമ്മയ്ക്ക് അനന്തകോടി പ്രണാമം. അമ്മേ ശരണം, ദേവീ ശരണം. എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. ആറ്റുകാലമ്മയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.